how this is working, right? So different types of automatic lathes, there are different classifications according to types of work materials and according to number of spindles and according to the position of spindles, according to the use and according to the feed control എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചത്, റൈറ്റ്? സോ ഇതിൽ നമ്മൾ what you remember is that we have studied about two differences, comparison പഠിച്ചു അല്ലേ, സിംഗിൾ സ്പിൻഡിൽ മെഷീൻ ആൻഡ് മൾട്ടി സ്പിൻഡിൽ മെഷീൻ, റൈറ്റ്? അതല്ലേ നമ്മൾ ഇന്നലെ ചെയ്തത്. ഒരു സെമി ഓട്ടോമാറ്റിക്കും ഓട്ടോമാറ്റിക്കിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു, ആൻഡ് സിംഗിൾ സ്പിൻഡിൽ ആൻഡ് മൾട്ടി സ്പിൻഡിലിൻ്റെ ഡിഫറൻസ് പഠിച്ചു, റൈറ്റ്? യെസ്. സോ നിങ്ങൾക്കിപ്പോൾ സിംഗിൾ സ്പിൻഡിൽ മൾട്ടി സ്പിൻഡിൽ എന്താണെന്ന് നല്ല വൃത്തിക്കറിയാം. എന്താണ് സിംഗിൾ സ്പിൻഡിൽ മൾട്ടി സ്പിൻഡിൽ, റൈറ്റ്? അപ്പം നമുക്ക് ബിഫോർ ഗോയിങ് ടു ദ 6th മോഡ്യൂൾ നമുക്കൊരു ഇന്ന് ഈ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് 5th മോഡ്യൂളിൻ്റെ ഒരു മാക്സിമം പാർട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് തീർത്താം. ഓക്കെ. സോ ഈ സിംഗിൾ സ്പിൻഡിൽ മൾട്ടി സ്പിൻഡിൽ, അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു ലെയ്ത്തിൻ്റെ ഈ ഓട്ടോമാറ്റ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് ജസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, റൈറ്റ്? സോ എന്താണ് സിംഗിൾ സ്പിൻഡിൽ, എന്താണ് മൾട്ടി സ്പിൻഡിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി ക്ലാസിഫിക്കേഷൻസിൽ ഡൗട്ടൊന്നുമില്ലല്ലോ, അതായത് ഹൗ ദിസ് ലെയ്ത്ത് ക്ലാസിഫിക്കേഷൻ കംസ്. ലെയ്ത്ത് എന്ന് പറയുന്നത് സെൻറ്റർ ലെയ്ത്ത് നമ്മൾ പഠിച്ച സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ച ലെയ്ത്തൊക്കെ അവിടെ കിടക്കട്ടെ. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ആരും ഡൗട്ടൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ അതിനെ പറ്റിയിട്ട്. ഇപ്പോൾ 5th മോഡ്യൂളിൽ കയറുമ്പോൾ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആൻഡ് ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണ്. ഞാൻ പറഞ്ഞു സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത്, ക്യാപ്സ്റ്റൺ ആൻഡ് ടർട്ട് ലെയ്ത്ത് എന്ന് പറയുന്നത് ശരിക്ക് സെമി ഓട്ടോമാറ്റിക് ലെയ്ത്ത് ആണ്, റൈറ്റ്? They are semi-automatic lathes. They are working. They are not fully automatic, right? So, but they are a special purpose lathe also. Okay. Also, they are a special purpose lathe. So, semi-automatic lathe-il നിന്നും നമ്മൾ പഠിച്ചത് എന്താ? കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ദിസ് അൺലോഡിങ് ആൻഡ് ലോഡിങ് അല്ലേ ഓഫ് വർക്ക് പീസസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി അല്ല, അല്ലേ? നമ്മളാണ് ചെയ്യുന്നത്, മാനുവലി ആണ് ചെയ്യുന്നത്. സോ ദിസ് വെൻ ഇറ്റ് കംസ് ടു ഓട്ടോമാറ്റ്സിൽ ദർ ആർ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ലൈക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ ബാർ സ്റ്റോക്ക് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് വർക്ക് മെറ്റീരിയൽ യൂസ്ഡ്, അല്ലേ? വർക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് ബാർ സ്റ്റോക്ക് മെഷീൻ. ഓക്കെ, ബാർ സ്റ്റോക്ക് മെഷീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. ബാർ സ്റ്റോക്ക് ആൻഡ് ചെക്കിങ് എന്താണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടേണ്ടിട്ട് മാത്രം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് വർക്ക് മെറ്റീരിയൽ യൂസ്, ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് പറയുന്നത് ബാർ സ്റ്റോക്ക് മെഷീനും ചെക്കിങ് മെഷീനുമായിട്ട് there are two different types. So what is a bar stock machine and what is a chucking machine എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വർക്ക് ടൈപ്പ് ഓഫ് വർക്ക് മെറ്റീരിയൽ യൂസ്ഡ് ആണ്. സോ ഇൻ ബാർ സ്റ്റോക്ക് മെഷീൻ ദ വർക്ക് മെറ്റീരിയൽ വിൽ ബി ഇൻ ദ ഫോം ഓഫ് ബാർ അല്ലെങ്കിൽ പൈപ്പ്, അല്ലെ? പൈപ്പ് അല്ലെ ബാറിന്റെ ബാർ ആൻഡ് പൈപ്പ് അറിയില്ലേ? നമ്മള് സർക്കുലർ ബാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. സോ സർക്കുലർ ബാർസ് ടൈപ്സ്, അങ്ങനത്തെ ഒരു വർക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ബാർ സ്റ്റോക്ക് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ബാർ സ്റ്റോക്ക് മെഷീൻ ബാർ ഫീഡിംഗ് മെക്കാനിസം ഈസ് യൂസ്ഡ് ഫോർ ഫീഡിംഗ് ദിസ് ബാർ. ഓക്കെ, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നത് കൊണ്ട് ഞാൻ പോയിന്റ്സും കാര്യങ്ങളൊന്നും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറയുന്നത് ലിസൺ ചെയ്യാം. ഓക്കെ, just I'm talking about this bar stock machine. Okay, this bar stock machine. Okay, according to the type of work material used. Okay, bar stock machines. Okay, അപ്പോൾ ബാർ സ്റ്റോക്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രൂ, നട്ട്, ബുഷസ്, റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. Okay, in these type of machines, bar stock machines. So actually in bar stock machines the work material will be, okay, a type of classification. You see the type of classification according to the type of work material used. Okay, automatic machines il work material used aayittaan ee renderanam varunathu. Okay, bar stock machine. So this bar stock machine
വർക്ക് മെറ്റീരിയൽ വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ബാർ. ഓക്കെ, അപ്പോൾ ഈ ബാറ് നമ്മൾ ബാർ ഫീഡിങ് മെക്കാനിസം വെച്ചിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് കോമ്പോണൻസ് ലൈക്ക് സ്ക്രൂസ്, നട്ട്സ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ ഇതിനെ പറ്റി ഓക്കെ, വൺ മോർ പോയിന്റ് ഇസ് ദാറ്റ് ബാർ സ്റ്റോക്ക് മെഷീൻസിൽ കോളേജിലെ വർക്ക് ഹോൾഡ് ചെയ്യാൻ കോളേജ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, കാരണം ചെക്കിങ്ങിലാണ് നമ്മൾ വരുന്നത്. ഓക്കെ, കോളം ഒരു ജോച്ചക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ജോച്ചക്ക് അല്ലെ സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ്, ആ ഒരു രീതിയിലാണ് ചെക്കിങ് മെഷീനിൽ ഉപയോഗിക്കുന്നത്. ബാർ സ്റ്റോക്ക് മെഷീനിൽ വി വിൽ യൂസ് കോളറ്റ്സ്. ഓക്കെ, കോളറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, കോളറ്റ്സ് ആൻഡ് ചക്സ്. കോളറ്റ്സ് നമ്മൾ പഠിച്ചല്ലേ ഓൾറെഡി. ഹോപ്പ് യു റിമെമ്പർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളറ്റ്സ് ആൻഡ് ഓൾ. നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് അല്ലേ, ലെയ്ത്തിന്റെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. എങ്ങനെ ഡിവൈസസ് ഉണ്ട്? യെസ് ഉണ്ട്, കോളറ്റ്സ് ഉണ്ട്. കോളറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്, അത്രേ ഉള്ളൂ. അത് പല മെഷീൻസിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് കോളറ്റ്സ്. ഓക്കെ ഓക്കെ, റൈറ്റ്. സോ കോളറ്റ്സ്, റൈറ്റ്. നൗ നമ്മൾ ഇപ്പം കോളക്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം മില്ലിംഗ് മെഷീനിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് വിൽ ബി റൈറ്റ് ഡ്രില്ല് യൂസ് ചെയ്യാം അല്ലേ, ഇതിൻ്റെ കൂടെ ആർബേഴ്സ്, റൈറ്റ്, കോളറ്റ്സ്, അഡാപ്റ്റേഴ്സ്, അതല്ലേ പറയുന്നത്. സെയിം തിങ് ഇസ് ദാറ്റ്. ഓക്കെ, ഈ കോളറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ്. ഓക്കെ, നമ്മൾ ചക്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ലെയ്ത്ത് ആക്സസറീസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് സെൻറ്റേഴ്സ്, ചക്സ്, മാൻഡ്രൽസ് കാര്യങ്ങളൊക്കെയാണ് അല്ലേ, റൈറ്റ്. അപ്പം ഇതിൻ്റെ മെയിൻ വ്യത്യാസം, അതായത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിൻ്റെ ബാർ സ്റ്റോക്ക് മെഷീനും ചക്കിങ് മെഷീനും തമ്മിലുള്ള മെയിൻ വ്യത്യാസമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബാർ സ്റ്റോക്ക് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് മെറ്റീരിയൽ വിൽ ബി ഇൻ ദ ഫോം ഓഫ് ബാർസ്. ഓക്കെ, സോ ഇനി ചക്കിങ് മെഷീനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫോർജ് ചെയ്തത് കാസ്റ്റ് ചെയ്തതായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ, ആ ഒരു അങ്ങനത്തെ ഒരു ടൈപ്സ് ഓഫ് വർക്ക് മെറ്റീരിയൽസ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലാങ്ക്സ്, അങ്ങനത്തെ രീതിയിലാണ് ഈ ചക്കിങ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജോച്ചക്സ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് special fixtures or jawchucks. Okay, that is all about checking machine bar stock machines എന്നുള്ള വ്യത്യാസം. ഇനിയിപ്പം അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സ്പിൻഡിൽസ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സ്പിൻഡിൽസ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സ്പിൻഡിൽസ്. സിംഗിൾ സ്പിൻഡിൽ മെഷീൻ ആൻഡ് എന്താ പറയുക, സിംഗിൾ സ്പിൻഡിൽ മെഷീൻ ആസ് വെൽ ആസ് മൾട്ടി സ്പിൻഡിൽ മെഷീൻ, റൈറ്റ്. എന്താണ് സിംഗിൾ സ്പിൻഡിൽ മെഷീൻ, എന്താണ് മൾട്ടി സ്പിൻഡിൽ മെഷീൻ? Can anyone just tell me? സിംഗിൾ സ്പിൻഡിൽ മെഷീൻ, മൾട്ടി സ്പിൻഡിൽ മെഷീൻ. മൾട്ടി സ്പിൻഡിൽ മെഷീൻ്റെ ഒരു ഇത് കാണിച്ചു തന്നിട്ടില്ലേ ഞാൻ, ലൈക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ. Hope you all remember that. പോയോ? ഓക്കെ, റൈറ്റ്. അത് മൾട്ടി സ്പിൻഡിൽ എങ്ങനെ, അതായത് സിംഗിൾ സ്പിൻഡിലും മൾട്ടി സ്പിൻഡിലും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ ഓൾറെഡി. ഓക്കെ, സിംഗിൾ സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്പിൻഡിൽ ആയിരിക്കും അല്ലേ. സോ ദ മെഷീൻ കമ്പോണൻറ്റ് അല്ലേ, ഒരു മെഷീനിൽ ജസ്റ്റ് വൺ കമ്പോണൻറ്റ് അറ്റ് എ ടൈം, അതായത് വൺ സ്പിൻഡിൽ അല്ലേ, ജസ്റ്റ് വൺ സ്പിൻഡിൽ. ഓക്കെ, ഓട്ടോമാറ്റിക് മെഷീൻസിൽ സിംഗിൾ സ്പിൻഡിൽ എന്ന് പറയുന്നത് ജസ്റ്റ് വൺ സ്പിൻഡിൽ വിൽ മെഷീനിങ് വൺ കമ്പോണൻറ്റ് അറ്റ് എ ടൈം. ഓക്കെ, മൾട്ടി സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്, ദർ ആർ 2 to 8 സ്പിൻഡിൽസ് അല്ലേ. ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് 6 സ്പിൻഡിൽസിൻ്റെ ആണ്, ഐ റിമെമ്പർ അല്ലേ. 6 സ്പിൻഡിലിൻ്റെ അല്ലേ ഞാൻ ഇന്നലെ വീഡിയോ കാണിച്ചത്. ബിക്കോസ് 6 സ്പിൻഡിൽ മെഷീൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, കോമൺലി യൂസ്ഡ്. നമ്മൾ പറയില്ലേ ഇപ്പം 2 to 8 വിൽ ബി അവൈലബിൾ, ബട്ട് 6 സ്പിൻഡിൽ മെഷീൻസ് ആർ കോമൺലി യൂസ്ഡ് എന്ന് പറയില്ലേ, ആ രീതിയിൽ. ഓക്കെ, മോസ്റ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 6 സ്പിൻഡിൽ മെഷീൻസ് ആയിരിക്കും. ഓക്കെ, മൾട്ടി സ്പിൻഡിൽ മെഷീൻസ്. സോ
ഒരു എല്ലാ സ്പിൻഡിൽസിലും ഇപ്പോൾ ഈ 6 സ്പിൻഡിൽസ് ഉണ്ടെങ്കിൽ ദിസ് ഓപ്പറേഷൻസ് വിൽ ബി പെർഫോംഡ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, എല്ലാ സ്പിൻഡിലും സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് സംഭവിക്കും, ഓപ്പറേഷൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ what you can say in a multi-spindle comparing to a single spindle is that rate of production is very high. Okay, ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഗിൾ സ്പിൻഡിലും മൾട്ടി സ്പിൻഡിലുമാണ് നമ്മുടെ മെയിൻ എന്താ പറയുക ഫോക്കസ്. ഓക്കെ, ഓട്ടോമാറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഓക്കെ, നമുക്ക് ചോദ്യങ്ങൾ വരുന്നതും നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളതും ഈ സിംഗിൾ സ്പിൻഡിൽ മൾട്ടി സ്പിൻഡിലാണ്, റൈറ്റ്? അപ്പോൾ അതിലോട്ട് കിടക്കാം. പക്ഷേ അതിന് മുന്നേ ഈ ഇൻ കേസ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓട്ടോമാറ്റ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതണം, ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ള ഒരു പോയിന്റ്സ് എങ്കിലും എഴുതണം. സോ ഫോർ ദാറ്റ് സേക്ക് ഐ എം ഡൂയിങ് ദിസ്. ഓക്കെ, എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ ഇപ്രാവശ്യം പറഞ്ഞു തരുന്നുണ്ട്. കാരണം എന്തോ എനിക്കങ്ങനെ തോന്നി, ഒരു ഫീല് വന്നു. ഓക്കെ, ലൈക്ക് കുറച്ചുകൂടി ഒരു ഇൻ ഡെപ്ത് പോകാന്നുള്ളത്, റൈറ്റ്? സോ ബട്ട് എനിവേ സിംഗിൾ സ്പിൻഡിൽ മൾട്ടി സ്പിൻഡിൽ എന്തായാലും പഠിക്കണം. ഓക്കെ, സിംഗിൾ സ്പിൻഡിൽ മൾട്ടി സ്പിൻഡിൽ സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്സിൻ്റെ ഡിഫറൻസ്, ദെൻ ഈ സിംഗിൾ സ്പിൻഡിലിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാനിപ്പോൾ പറയും. ഓക്കെ, സിംഗിൾ സ്പിൻഡിൽ ആൻഡ് മൾട്ടി സ്പിൻഡിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് അക്കോർഡിംഗ് ടു ദിസ് ക്ലാസിഫിക്കേഷൻ യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, ഹൊറിസോണ്ടൽ മെഷീൻ ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ എന്ന് പറയുന്നത് അറിയാലോ. ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ടൈപ്പ് ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ ടൈപ്പ്. പൊസിഷൻ ഓഫ് സ്പിൻഡിൽസ് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, എന്താണ് പേരിൽ തന്നെ ഉണ്ട്, റൈറ്റ്? പൊസിഷൻസ് ഓഫ് സ്പിൻഡിൽസ്, whether it will be a horizontal spindle or a vertical spindle, അല്ലേ? The spindle direction horizontal ആണെങ്കിൽ the machine will be horizontal, അല്ലേ? Vertical spindle ആണെങ്കിൽ the spindle will be in a vertical direction, right? So in horizontal spindle ലോങ് ജോബ്സ്, അതായത് വളരെ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ we will use ലോങ് ജോബ് മെഷീനിങ്സ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ടൈപ്പിലാണ്. ഓക്കെ, പ്രിഫറൻസ്. സോ വി വിൽ മെഷീൻ എ ലോങ് ജോബ്, വളരെ ചെറിയ ഡയമീറ്റർ ആയിക്കോട്ടെ, ചെറിയ ഡയമീറ്ററുള്ള വലിയ ലോങ് ആയിട്ടുള്ള ജോബ്സ് വി വിൽ ബി മെഷീനിങ് ഇൻ എ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ടൈപ്പ്. ആൻഡ് ഇൻ എ വെർട്ടിക്കൽ സ്പിൻഡിൽ ടൈപ്പ് കമ്പാരിംഗ്ലി ലാർജർ ഡയമീറ്ററിലുള്ള ബ്ലാങ്ക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ if we can compare this horizontal spindle and vertical spindle, we can say that horizontal spindle type spindle horizontal direction ലായിരിക്കും, അല്ലേ? have the spindle in a horizontal direction. Vertical spindle will be in vertical direction. And as well as horizontal spindle ഞാൻ ഈ പറഞ്ഞതുപോലെ മെഷീനിങ് ലോങ് ജോബ് ഫോർ എ സ്മോൾ ഡയമീറ്റർ ആണെങ്കിൽ, വെർട്ടിക്കൽ സ്പിൻഡിൽ അത് മെഷീനിങ് സ്മോൾ ജോബ്സ് ഓർ വിത്ത് ലെങ്ത് ഷോർട്ടർ ആയിരിക്കും. ഓക്കെ, ഷോർട്ടർ ജോബ്സ് വിത്ത് diameter will be bigger. Okay, so comparing to horizontal spindle, vertical spindle ആണ് heavier stronger ആയിട്ട് ഉണ്ടാവുക. Okay, that is a comparison of horizontal spindle and vertical spindle. Hope you all understood that. ഇനി വേറൊരു പോയിന്റ് കൂടി പറയുന്നതാണെങ്കിൽ നമുക്ക് ഇത് പറയാം, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ വെർട്ടിക്കൽ സ്പിൻഡിൽ ഏതിനായിരിക്കും ഏരിയ കൂടുതൽ? നമുക്ക് ഫ്ലോർ ഏരിയ ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഹൊറിസോണ്ടലിനായിരിക്കും വെർട്ടിക്കലിനായിരിക്കും? ഫ്ലോർ ഏരിയ ഏറ്റവും റിക്വയർഡ് ആയിട്ടുള്ളത് ഹൊറിസോണ്ടലിനായിരിക്കും വെർട്ടിക്കലിനായിരിക്കും? ഹലോ, ഹൊറിസോണ്ടൽ. ഓക്കെ, ഇത് പറയാൻ എത്ര സമയം എടുക്കരുത്, ഇതെന്താ ഇതിന് ചിന്തിക്കാനുള്ളത്? ഓക്കെ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം, ഒരു റെസ്പോൺസ് കിട്ടേണ്ടി ചോദിച്ചെന്ന് മാത്രം. റൈറ്റ്? ഓക്കെ, അപ്പം ഈ ഒരു കമ്പാരിസൺസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നൗ അക്കോർഡിംഗ് ടു ദ യൂസ്, അല്ലെ, ജനറൽ പർപ്പസ് ആൻഡ് സിംഗിൾ പർപ്പസ്. സിംഗിൾ പർപ്പസ് യൂസസ് മെഷീൻസും ഉണ്ട്, ജനറൽ യൂസസ് മെഷീൻസും ഉണ്ട്. ഓക്കെ, സോ ആസ് നെയിം, അല്ലെ, നെയിമിൽ പറയുന്നത് പോലെ തന്നെ ജനറൽ പർപ്പസ് മെഷീൻ, അല്ലെ, ഒരു കോമ്പോണൻസ് അല്ലെ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഒരൊറ്റ മെഷീനിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, വെറൈറ്റി ഓഫ് കോമ്പോണൻസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ള രീതിയിലാണ് ജനറൽ പർപ്പസ് മെഷീൻ വരുന്നത്. ഓക്കെ, സ്ലൈറ്റ് വേരിയേഷൻസ് ഉള്ള കാര്യങ്ങൾ, അല്ലേ,
സൈസിലും ഷേപ്പിലും ആയിട്ട് സ്ലൈറ്റ് വേരിയേഷൻസ് വരുന്ന കമ്പോണൻസ് അല്ലേ ക്യാൻ ബി സെറ്റ് ഇൻ ദിസ് മെഷീൻ. ഓക്കെ, ജനറൽ പർപ്പസ് മെഷീൻ. ഇനി സിംഗിൾ പർപ്പസ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സിംഗിൾ പർപ്പസ് മെഷീൻ, ഒരു സിംഗിൾ കമ്പോണൻറ്റിൻ്റെ സിംഗിൾ ഡിസൈനിന് വേണ്ടി ഫിക്സഡ് ഷേപ്പ് ആൻഡ് സൈസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഷീൻ ഉണ്ട്. ഓക്കെ, സിംഗിൾ പർപ്പസ് മെഷീൻ. ഒരു സിംഗിൾ പ്രൊഡക്റ്റ്, ഒരു സിംഗിൾ പർട്ടിക്കുലർ ഫിക്സഡ് ഡയമീറ്റർ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫിക്സഡ് ഷേപ്പ് ആൻഡ് സൈസ് ഉള്ള, ഓക്കെ, വി വിൽ ഡിസൈൻ എ മെഷീൻ ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് നോൺ സിംഗിൾ പർപ്പസ് മെഷീൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ദ യൂസ്. അപ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് പ്രൊഡക്ഷൻ ലൈൻസ് ആൻഡ് ഓൾ അല്ലേ. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ഒരു കാർ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞില്ലേ. സോ അത് ഒരു പ്രൊഡക്ഷൻ്റെ ബേസിസിൽ പറയുന്നതാണെങ്കിൽ, ഇപ്പം ഞാൻ കാർ മാനുഫാക്ചറിങ് വിട്ട്, അതായത് ഒരു എക്സാമ്പിളിനാണ് കാർ മാനുഫാക്ചറിങ് എടുത്തത്. കാരണം മോസ്റ്റ്ലി യു വിൽ ബി വാച്ചിങ് ദീസ് വീഡിയോസ് ലൈക്ക് കാർ മാനുഫാക്ചറിങ് ആൻഡ് ഓൾ ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. നിങ്ങൾ അതൊക്കെയാണ് കുറച്ച് കൂടുതൽ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആർമി ബേസിസിൽ എന്തെങ്കിലോ, അല്ലെങ്കിൽ ഷിപ്സിൻ്റെ കാര്യങ്ങളോ, ചുമ്മാ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബൈക്ക്, കാർ, ആ ഒരു രീതിയിലേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ആരും പ്രൊഡക്ഷൻ്റെ ബേസിസിൽ പോകത്തില്ല. അതുകൊണ്ടാണ് എക്സാമ്പിൾസ് ആ ഒരു രീതിയിൽ പറയുന്നത്. ഓക്കെ, സോ ജനറൽ പർപ്പസും സിംഗിൾ പർപ്പസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ്റെ ലൈനിനെ കുറിച്ചിട്ടാണ് പറയുക. ഓക്കെ, ലൈക്ക് ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു മെഷീൻ ഉണ്ടാക്കി. ഓക്കെ, സിംഗിൾ ഫിക്സഡ് ആയിട്ടുള്ള സൈസുള്ള ഷേപ്പുള്ള ഒരു പർട്ടിക്കുലർ യൂസിന് വേണ്ടി മാത്രം, അതിനെയാണ് നമ്മൾ സിംഗിൾ പർപ്പസ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ പർപ്പസ് ഈസ് ദാറ്റ് യു ക്യാൻ ഒരു സ്ലൈറ്റ് വേരിയേഷനിലുള്ള ഷേപ്പ് ആൻഡ് സൈസുള്ള വെറൈറ്റി ഓഫ് കമ്പോണൻസ് നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ യൂസ്. ഓക്കെ, Okay, sir. okay, right. Last one is that according to the feed control. Okay, feed control, single camshaft rotating at constant speed, single camshaft with two speeds, two camshafts. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ ഫീഡ് കൺട്രോൾ. ഫീഡ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ, ഇറ്റ് ഹാവ് എ സിംഗിൾ ക്യാം അല്ലേ, സിംഗിൾ ക്യാം ഷാഫ്റ്റ് കൺട്രോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഹാവിങ് എ സിംഗിൾ ക്യാം ഷാഫ്റ്റ് കൺട്രോൾ നമ്മുടെ വർക്കും ഐഡിയൽ മോഷൻസും, ടൂളിൻ്റെ വർക്കും ഐഡിയൽ മോഷൻസും കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ഒരു സിംഗിൾ ക്യാം ഷാഫ്റ്റ് നമ്മളെ വർക്കിംഗ് ആൻഡ് ഐഡിയൽ മോഷൻസ് ഓഫ് ദ ടൂൾ ഈസ് കൺട്രോൾഡ്. ഓക്കെ, അതൊരൊറ്റ സ്പീഡിൽ, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ. ഓക്കെ, ഐഡിയൽ മോഷനും വർക്കിംഗ് മോഷനും എന്തെടുത്തു കഴിഞ്ഞാലും ഒരു സിംഗിൾ സ്പീഡിൽ അല്ലേ, കോൺസ്റ്റൻറ്റ് സ്പീഡ്, സെയിം സ്പീഡ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് സിംഗിൾ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഓക്കെ, നൗ ദ സിംഗിൾ ക്യാം ഷാഫ്റ്റ് വിത്ത് ടു സ്പീഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാം ഷാഫ്റ്റ് വർക്കിംഗ് മോഷനിൽ വേറൊരു സ്പീഡും അല്ലേ, ഐഡിയൽ മോഷനിൽ വേറൊരു സ്പീഡും ആയിരിക്കും. ഓക്കെ, സോ മോസ്റ്റ്ലി നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് 2 സ്പീഡ്സിലാണെങ്കിൽ വർക്കിംഗ് മോഷനിൽ സ്ലോ ആയിട്ടും ഐഡിയൽ മോഷനിൽ ഫാസ്റ്റ് ആയിട്ടും ആയിരിക്കും. റൈറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഐഡിയൽ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ഇറ്റ്, സിംഗിൾ ക്യാം ഷാഫ്റ്റ് വിത്ത് 2 സ്പീഡ്സ്. ഓക്കെ, Okay, sir. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, 2 ക്യാം ഷാഫ്റ്റ്, 2 ക്യാം ഷാഫ്റ്റ് ഉള്ള കേസസ്. ഓക്കെ, 2 ക്യാം ഷാഫ്റ്റ്. സോ അക്കോർഡിംഗ് ടു ഫീഡ് കൺട്രോൾ ആണ് ആദ്യത്തേത്. ഫീഡ് കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ സ്പീഡിലാണ്. സോ ഹാവിങ് എ സിംഗിൾ ക്യാം ഷാഫ്റ്റ് കൺട്രോൾസ് ദിസ് വർക്കിംഗ് ആൻഡ് ഐഡിയൽ മോഷൻ ഇൻ എ സിംഗിൾ സ്പീഡ് അല്ലെ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് സ്പീഡ്, അറ്റ് എ സെയിം സ്പീഡ് എന്ന് വേണേൽ പറയാം. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ദാറ്റ് സിംഗിൾ ക്യാം ഷാഫ്റ്റ് വിത്ത് 2 സ്പീഡ്സ്. 2 സ്പീഡ്സ് ലൈക്ക് ഇൻ എ വർക്കിംഗ് മോഷൻ അല്ലെ, വർക്കിംഗ് മോഷൻ്റെ സമയത്ത് വി വിൽ ബി ഹാവിങ് ദിസ് ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റഡ് അറ്റ് സ്ലോ സ്പീഡ്, ഫാസ്റ്റർ സ്പീഡിലായിരിക്കും ഐഡിയൽ മോഷൻ. ഓക്കെ, നൗ വെൻ കംസ് ടു 2 ക്യാം ഷാഫ്റ്റ്, 2 ക്യാം ഷാഫ്റ്റിൽ ടൂൾ മൂവ്മെൻറ്റ്, ഓക്കെ, 2 ഷാഫ്റ്റ് ഉണ്ടാവും. അതിൽ ടൂൾ മൂവ്മെൻറ്റ് വർക്കിംഗ് മോഷനിൽ, ഓക്കെ, ടൂൾ മൂവ്മെൻറ്റ് വർക്കിംഗ് മോഷനിൽ ഒരു മെയിൻ ക്യാം ഷാഫ്റ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, this main camshaft will be rotating at slow speed. ഓക്കെ, ഇനി രണ്ടാമതൊരു ക്യാം ഷാഫ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്യാം ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്, രണ്ടാമതൊരു ക്യാം ഷാഫ്റ്റ് ഉണ്ടാവും ഇത്ര നേരം. ഓക്കെ, സോ 2 ക്യാം ഷാഫ്റ്റ്സ്
One camshaft is the main camshaft, which will be uh, rotating at slow speed, and it will be controlling this tool movement during work motion. Okay. ഇനി രണ്ടാമത്തേതാണെങ്കിൽ എങ്ങനെയാണ്? ടൂൾ മൂവ്മെന്റ് ഡ്യൂറിങ് ഐഡിയൽ മോഷൻ. ഓക്കെ, ദ സെക്കൻഡ് ക്യാം ഷാഫ്റ്റ്, അതിന് പേര് ഓക്സിലറി ക്യാം ഷാഫ്റ്റ് എന്നാണ്. ഓക്കെ, 2 camshaft will be there, one main camshaft and an auxiliary camshaft. ഓക്കെ, അപ്പം നേരത്തെ പോലെ തന്നെ സിംഗിൾ ക്യാംഷാഫ്റ്റ് വിത്ത് 2 സ്പീഡ് പോലെ തന്നെ വർക്കിംഗ്, അതായത് ക്യാംഷാഫ്റ്റ് വർക്കിംഗ് മോഷനിൽ സ്ലോ ആയിട്ട് ചെയ്യും, ഐഡിയൽ ടൈമിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. Right? So this main shaft will be rotating at slow speed and auxiliary shaft will be rotating at high speed. Okay? ഇത്രയും ഓക്കെ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. റൈറ്റ്. ഇനിയാണ് ഞാൻ നിങ്ങളെ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും ക്ലാസിഫിക്കേഷനിൽ ഈ സിംഗിൾ ആൻഡ് മൾട്ടി സ്പിൻഡിലോട്ട് മാത്രമാണ് പോയത്. ഓക്കെ, സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക്കിൻ്റെ ഡിഫറൻസ് പറഞ്ഞു, ദാറ്റ് യു ഓൾറെഡി നോ. ഇത് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, യു ഓൾറെഡി നോ ദിസ്. ഓട്ടോമാറ്റിക് ആൻഡ് സെമി ഓട്ടോമാറ്റിക്, റൈറ്റ്? എവിടെ എന്ത് യൂസ് ചെയ്യും, ഏതിനാണ് പ്രൊഡക്ഷൻ വാല്യൂ കൂടുതൽ, അല്ലേ? ഏതിനാണ്, എന്താണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പഠിക്കാൻ തുടങ്ങിയത്, റൈറ്റ്? സോ വി ഹാവ് സ്റ്റഡീഡ് ദിസ്. ഓട്ടോമാറ്റ്സ് എന്താന്ന് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓട്ടോമാറ്റ്സ് പറഞ്ഞു. ഇന്നലെ നമ്മളതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോമാറ്റ്സ് ഓവർ കൺവെൻഷണൽ ലേറ്റ്സ് പറഞ്ഞു. കൺവെൻഷണൽ ലേറ്റ്സ് ആണ്, ഓവർ കൺവെൻഷണൽ ലേറ്റ്സ് പറഞ്ഞു. ദെൻ ഓട്ടോമാറ്റ്സ് ആൻഡ് സെമി ഓട്ടോമാറ്റിക്സ് തമ്മിലുള്ള ഡിഫറൻസ് യു ഓൾറെഡി നോ ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? റൈറ്റ്? Yes sir. Yes. And the last one we have studied is that എന്താണ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റും മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലേ? അതല്ലേ പഠിച്ചത്? സിംഗിൾ സ്പിൻഡിലും മൾട്ടി സ്പിൻഡിലും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു, റൈറ്റ്? സോ എനിക്ക് പറയാനുള്ളത് ഇതാണ്, സിംഗിൾ സ്പിൻഡിൽ ആൻഡ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സ്. ഓക്കെ, സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്നത് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഡെപ്തിലാണ് പഠിച്ചത്. സോ ഇൻ എ സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ് ഓൺലി വൺ സ്പിൻഡിൽ ഈസ് ദെയർ എന്ന് പഠിച്ചു, അല്ലേ? ഇനി സിംഗിൾ സ്പിൻഡിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ദർ ആർ 3 ടൈപ്സ് അതായത് മോസ്റ്റ് കോമൺലി ഓട്ടോമാറ്റിക് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ദാറ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ. ഓക്കെ, ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം, ഫോട്ടോസ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻസ്, ഫോട്ടോ ഉണ്ടോന്ന് അറിയില്ല, റൈറ്റ്? ഓക്കെ, ഒരു സംഭവം ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീനാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ. രണ്ടാമത്തത് ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് എന്ന് പറയും, ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻസ്. ഓക്കെ, പിന്നെ മൂന്നാമത്തതാണ് ഈ സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻ. ഓക്കെ, ദർ ആർ 3 ടൈപ്സ് ആക്ച്വലി. എന്താണ്? ദർ ആർ 3 ടൈപ്സ് ഉണ്ടോ ഓട്ടോമാറ്റിക് സ്ക്രൂ ടൈപ്പ് മെഷീൻ. ഓക്കെ, ദർ ആർ 3 ടൈപ്പ് ഓഫ് സിംഗിൾ സ്പിൻഡിൽ മെഷീൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ മോസ്റ്റ്ലി നമുക്ക് ചോദിക്കാറുള്ളത് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് മെഷീൻ ആണ്. ഓക്കെ, സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻ. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ലേ? സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, സിംഗിൾ സ്പിൻഡിൽ ആൻഡ് മൾട്ടി സ്പിൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അതായത് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സ്പിൻഡിൽസ് യു ഹാവ് സിംഗിൾ സ്പിൻഡിൽ ആൻഡ് മൾട്ടി സ്പിൻഡിൽ. ഈ സിംഗിൾ സ്പിൻഡിൽ മെഷീൻസ് അല്ലേ, സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലെയ്ത്ത്. ഓക്കെ, ഇൻ ദിസ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ഗിയർഡ് ഹെഡ് സ്റ്റോക്ക് ആണ് ഉണ്ടാവുക. ഓക്കെ, യു ഹാവ് എ ഗിയർഡ് ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, ഹെഡ് സ്റ്റോക്ക്, ഈ ഹെഡ് സ്റ്റോക്ക് ഇല്ലേ, ഇത് ഗിയർഡ് ആയിരിക്കും. ഓക്കെ, യു വിൽ ബി ഹാവിങ് എ ഗിയർഡ് ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, ഓക്കെ, ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇത്രയും സെറ്റപ്പുകളാണ് ശരിക്കും അറേഞ്ച്മെന്റ് ഓഫ് ടൂൾ സ്ലൈഡ്സിൻ്റെ സെറ്റപ്സ് ആണ്. അതിൽ ഞാൻ പറയാം, ഇതിലോട്ട് വരാം. ഓക്കെ, ഇത്ര ഡീറ്റെയിൽസിൽ വരാം. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നതിന് 3 ടൈപ്പ് ഉണ്ട്. അതാണ് ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻ ആൻഡ് തേർഡ് വൺ ഈസ് ഓട്ടോമാറ്റിക് സ്ക്രൂ കട്ടിംഗ് മെഷീൻ. ഓക്കെ, ഇതിൽ സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീനാണ് നമ്മൾ മെയിനായിട്ട്
നിങ്ങൾ വരച്ച് പഠിച്ച് അല്ലേ പഠിക്കേണ്ടത്. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. ഓക്കെ, ഐ വിൽ ബി ഗിവിങ് യു എസ് അസൈൻമെൻറ്റ്. ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഓക്കെ, ആൻഡ് മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ അസൈൻമെൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇത് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കണം. ഓക്കെ, നൗ എന്താണ് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക്കിൽ ലെയ്ത്ത് ഗിയർഡ് ആയിരിക്കും അല്ലേ. ലെയ്ത്ത്, അതായത് ലെയ്ത്തിൻ്റെ ഹെഡ് സ്റ്റോക്ക്, ദിസ് ലെയ്ത്ത് ഹെഡ് സ്റ്റോക്ക് വിൽ ബി ഗിയർഡ്. ഓക്കെ, ഒരു സ്ലോ സ്പീഡും ഉണ്ടാവും, ഒരു ഫാസ്റ്റ് സ്പീഡും ആയിട്ടുള്ള ഒരു ഗിയേർഡ് ഹെഡ് സ്റ്റോക്ക് ആയിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, ഇത് നമുക്കൊരു സ്പിൻഡിൽ സ്പീഡ് നമുക്കൊരു ട്രിപ്പ് ഡോഗ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ് യൂഷ്വൽ. ഓക്കെ, അപ്പം നമുക്കൊരു ടർട്ട് ഉണ്ടാവും, ഒരു സ്ക്വയർ ടർട്ട് ഉണ്ടാവും ആക്ച്വലി. പിന്നെ വേറെ ഉള്ളത് ഒരു സാധാരണ ഒരു സിംഗിൾ സ്പിൻഡിൽ ഒരു ഹെഡ് സ്റ്റോക്ക് കൂടാതെ ഒരു ടർട്ട് ഉണ്ടാവും. നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സിംഗിൾ സ്പിൻഡിലും മൾട്ടി സ്പിൻഡിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്താണ്? സിംഗിൾ സ്പിൻഡിൽ നമ്മൾ ടർട്ടാണ് ഇൻഡെക്സ് ചെയ്യുന്നത്, റൈറ്റ്? ഇൻഡെക്സിങ് വിൽ ബി ടർട്ട് അല്ലേ. ടർട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഇൻഡെക്സ് ചെയ്യുന്നത്, പ്രോപ്പർ ആക്യുറസിയിൽ നമ്മൾ ഇൻഡെക്സിങ് ചെയ്യുന്നത് ടർട്ടാണ്. മൾട്ടി സ്പിൻഡിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? വാട്ട് വിൽ ബി ഡൂയിങ് ഇൻ മൾട്ടി സ്പിൻഡിൽ? മൾട്ടി സ്പിൻഡിൽ ഈ ഒരു പോയിന്റ് ഓർമ്മയില്ലേ? ടൂൾസ് ഇൻ ദ ടർട്ട് ആർ ഇൻഡെക്സ്ഡ് ഇൻ എ സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക്സ്. വർക്ക് പീസ് ഹെൽഡ് ഇൻ ദ സ്പിൻഡിൽസ് ആർ ഇൻഡെക്സ്ഡ്, ഓക്കെ, ഇൻ മൾട്ടി സ്പിൻഡിൽ അല്ലേ. മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക്സിൽ ഞാൻ പറഞ്ഞു പല സ്പിൻഡിൽസിൽ അല്ലേ, ദർ വിൽ ബി ഡിഫറെൻറ്റ് സ്പിൻഡിൽസ്. സോ അതിൽ വർക്ക് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡെക്സ് ചെയ്യുന്നത്, റൈറ്റ്? യു നോ വാട്ട് ഈസ് ഇൻഡെക്സിങ് അല്ലേ. സോ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്, അതായത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സിംഗിൾ സ്പിൻഡിലിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി സിംഗിൾ സ്പിൻഡിലെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സാധനം സ്വിസ് ടൈപ്പ് സ്ക്രൂ മെഷീൻ മാത്രം പറയുകയാണെങ്കിൽ, എന്താണ് ഒരു സ്വിസ് ടൈപ്പ് സ്ക്രൂ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു വിൽ ബി ഹാവിങ് ദിസ് സ്വിസ് ടൈപ്പ് അല്ലെ. സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് സ്ക്രൂ മെഷീൻ ഈസ് എ സിംഗിൾ സ്പിൻഡിൽ. ഓക്കെ, അത് ഫസ്റ്റ് എഴുതുക. ഈസ് എ സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അതായത് ഒരു സിംഗിൾ സ്പിൻഡിൽ മെഷീൻ്റെ എക്സാമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് സിംഗിൾ സ്പിൻഡിൽ മെഷീനിൽ 2 ടൈപ്പ് എന്ന് പറയാം അല്ലേ. ഒന്ന് ഓട്ടോമാറ്റിക് കട്ടിംഗ് ഓഫ് മെഷീനും സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റിക് ഒരു സിംഗിൾ സ്പിൻഡിലാണ്. ഓക്കെ, സിംഗിൾ സ്പിൻഡിൽ കേൾക്കുന്നില്ലേ? ഫോളോ അപ്പ് ചെയ്യുന്നില്ലേ? സ്പീഡപ്പ് ആയി പോകുന്നില്ലല്ലോ? പോയോ? യെസ്, ഓക്കെ. അപ്പം സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിൽ ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത് അല്ലേ. ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, സ്വിറ്റ്സർലാൻഡിലാണ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ദിസ് മെഷീൻ ഈസ് ഓൾസോ നോൺ ആസ് സ്ലൈഡിംഗ് ഹെഡ് സ്ക്രൂ മെഷീൻ ഓർ മൂവബിൾ ഹെഡ് സ്റ്റോക്ക് മെഷീൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. മൂവബിൾ ഹെഡ് സ്റ്റോക്ക് മെഷീൻ. ഓക്കെ, ആ ഒരു പേര് ഓർമ്മിച്ചോ, മൂവബിൾ ഹെഡ് സ്റ്റോക്ക് മെഷീൻ. ഓക്കെ, സോ ആക്ച്വലി ദിസ് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ മെഷീനിങ് ലോങ് ആക്യുറേറ്റ് പാർട്സ്. ഓക്കെ, ലോങ് ആയിട്ടുള്ള ആക്യുറേറ്റ് പാർട്ട്, ചെറിയ ഡയമീറ്ററുള്ള ലോങ് ആയിട്ടുള്ള ആക്യുറേറ്റ് പാർട്ട് നമുക്ക് മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻസ് പൊതുവേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ബാർ സ്റ്റോക്സ്. ഓക്കെ, ഇനി ഇതിലൊരു പർട്ടിക്കുലർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈഡിങ് ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും. ഓക്കെ, യു വിൽ ബി ഹാവിങ് എ സ്ലൈഡിങ് ഹെഡ് സ്റ്റോക്ക്. കാണുന്നില്ലേ? ഫിഗർ കാണുന്നില്ലേ? വിൽ ബി ഹാവിങ് എ സ്ലൈഡിങ് ഹെഡ് സ്റ്റോക്ക്, എ ടൂൾ ബ്രാക്കറ്റ്. ഓക്കെ, 4 to 5 ടൂൾ സ്ലൈഡ് ചെയ്ത് വേറെ വരുന്നതാണ്. അതിനാണ് ടൂൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടൂൾ ബ്രാക്കറ്റ് ഒരു ടർട്ട് ടൈപ്പ് സെറ്റപ്പ്. ഓക്കെ, എ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഫീഡ് ബേസ്. ഓക്കെ, എ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഫീഡ് ബേസ്, എ കാം ഷാഫ്റ്റ്. ഈ 4 പാർട്ടാണ് ശരിക്കും ആക്ച്വലി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ സ്വിസ് ടൈപ്പ് ഓട്ടോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ലൈഡിങ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണ ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ഒരു ബാർ ഹെൽഡ് ചെയ്യുന്നില്ലേ, ബാർ സ്റ്റോക്ക് കോളറ്റിൽ ഹെൽഡ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? ദിസ് ഹെഡ് സ്റ്റോക്ക് ഈസ് ഹാസ് എ കോളറ്റ് ഉണ്ടാവും. ഹെഡ് സ്റ്റോക്കിന് ഒരു കോളറ്റ് ഉണ്ടാവും, കോളറ്റിൽ ഒരു ബാർ സ്റ്റോക്ക് ഹെൽഡ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? ഇത് തന്നെ ഈ കാണുന്നതാണ്. ഓക്കെ, അലോങ് ദ ഗൈഡ് വേസ് ഓഫ് ദ ബെഡ് ദിസ് ക്യാൻ ബി സ്ലൈഡ്. ഓക്കെ,
ഇതാണ് ബെഡ്, ബെഡിൻ്റെ മേലെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്, യു ക്യാൻ സീ ദാറ്റ് അല്ലേ. അപ്പോൾ ഈ സ്ലൈഡിങ് മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഹെഡ് സ്റ്റോക്കിൻ്റെ സ്ലൈഡിങ് മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബെൽ ക്യാം എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ബെൽ ക്യാം, ഈ ക്യാം ഷാഫ്റ്റിനെ കണക്ട് ചെയ്ത ബെൽ ക്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് എന്താ, ഓക്കെ, എ ബെൽ ക്യാം കണക്റ്റഡ് ടു ദിസ് ക്യാം ഷാഫ്റ്റ്, ഓക്കെ, കൺട്രോൾസ് ദിസ് സ്ലൈഡിങ് മോഷൻ. ഓക്കെ ഓക്കെ, ടൂൾ ബ്രാക്കറ്റ് എന്ന് പറയുന്ന 4 to 5 ടൂൾ സ്ലൈഡ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ ബി 4 to 5 ടൂൾ സ്ലൈഡ്സ് അല്ലേ. ടൂൾ ബ്രാക്കറ്റ്, ഓക്കെ, എന്താണ് ടൂൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ടൂൾ ബ്രാക്കറ്റ് സപ്പോർട്ട്സ് 4 to ടൂൾ, ഇതിനെയാണ് നമ്മൾ ടൂൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കീമാറ്റിക് വ്യൂ ഓഫ് എ ടൂൾ ബ്രാക്കറ്റ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ടൂൾ ബ്രാക്കറ്റ് ഈ സൈഡിൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് വ്യൂ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, സോ മെയിനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ടൂൾ ബ്രാക്കറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദ ബെഡ് വേ നിയർ ദ ഹെഡ് സ്റ്റോക്ക് ദാറ്റ് യു ഓൾറെഡി നോ. ടൂൾ ബ്രാക്കറ്റ് സപ്പോർട്ട്സ് 4 to 5 ടൂൾ സ്ലൈഡ്സ് അല്ലേ. ടൂൾ സ്ലൈഡ്സ് ചെയ്യാൻ പറ്റുന്ന ഇതാ ഇതിൻ്റെ മൂവ്മെൻറ്റ് രീതിയാണെന്നല്ലേ. റൈറ്റ്, നൗ ദ മെയിൻ പോയിന്റ് ഈസ് ഹിയർ. The 2 slides are positioned horizontally on which turning tools are normally clamped. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ, അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റേഡിയൽ ടൂൾസ്, ഹൊറിസോണ്ടൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള പൊസിഷനിലായിരിക്കും ഈ ടൂൾസ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, 4 to 5 ടൂൾ സ്ലൈഡ്സിൽ ചില കറക്റ്റായിട്ടുള്ള ടൂൾസ് ഫ്രണ്ട് ആൻഡ് റയറിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ബാക്കിയുള്ളതാണ് ടൂൾ സ്ലൈഡ്സിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് സ്ലൈഡ്സ് ക്യാൻ മൂവ് റേഡിയലി. ഓക്കെ, these slides can move radially, right? Okay, അപ്പോൾ all slides can be moved back and forth. ഇതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, വർക്ക് പീസ് ഈ ഒരു മൂവ്മെൻറ്റ് ഓർമ്മിച്ച് വയ്ക്കുക. ഞാനിത് കാണിച്ചു തരും. ഐ വിൽ ഷോ യു ദിസ്. ഓക്കെ, ഇത് ഓർമ്മിച്ച് നോക്കുമല്ലോ. ഓക്കെ, ഇനി ഒരു ഫീഡ് ബേസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് ഒരു ഫീഡ് ബേസ് എന്ന് പറഞ്ഞാൽ, ഫീഡ് ബേസ് ഇസ് മൗണ്ടഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഹെഡ് അല്ലേ. ഹെഡിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഫീഡ് ബേസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സാധനം ഉള്ളത് അല്ലേ. ഇത് ബെഡിന് അലോങ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, നമുക്ക് ഡ്രില്ലിങ്, ബോറിങ്, ത്രെഡിങ്, നമ്മളിപ്പോൾ മറ്റേ ഈ ടെയിൽ സ്റ്റോക്കെല്ലാം പോലെ തന്നെ, ടെയിൽ സ്റ്റോക്കിൽ നമുക്ക് ബോറിങ്, ഡ്രില്ലിങ് ഒക്കെ ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഡ്രില്ലിങ്, ബോറിങ്, ത്രെഡ് കട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫീഡ് ബേസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം യു ഓൾറെഡി നോ, സ്ലൈഡിങ് മൂവ്മെന്റ് ഓഫ് ദ ഹെഡ് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാം സ്റ്റോക്ക് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇതിൽ വരുന്നത്. സോ യു ഹാവ് ടു draw this Swiss type automatic machines. You have to explain these all. Okay, ഇതോടെ ഈ ഒരു പാർട്ട് കഴിഞ്ഞു. ഓക്കെ 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 സാർ. ഇനി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം സ്വിസ് ടൈപ്പിൻ്റെ. ഓക്കെ, നിങ്ങൾ കണ്ടു നോക്കുക. ജസ്റ്റ് എന്താണ് ഒരു 8 to 6 ടൈപ്പ് ഓട്ടോമാറ്റിക് ലെയ്ത്താണ്. അതിൽ ാണ് നല്ലത് സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് ലെയ്ത്തിൻ്റെ മൂവ്മെൻറ്റ്സ് മാത്രം കാണിക്കാൻ വേണ്ടി ഇതായിരിക്കും നല്ലത്. ഓക്കെ, ക്യാൻ സീ ദിസ്. റൈറ്റ്, ഞാൻ എന്താ പറഞ്ഞത്, മൂവബിൾ ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? റൈറ്റ്, മൂവബിൾ ഹെഡ് സ്റ്റോക്ക്. റൈറ്റ്, ദിസ് ഈസ് എ മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഒരു മിനിറ്റ്, സിംഗിൾ സ്പിൻഡിലിൻ്റെ സ്വിസ് ടൈപ്പ് ലെയ്ത്ത്, സ്വിസ് ടൈപ്പ് ലെയ്ത്ത്, ദാറ്റ്സ് ഇറ്റ്. ഇതിലാണ് ഞാൻ നോക്കിയത്. ഓക്കെ, യു ക്യാൻ സീ നൗ വാട്ട് ഈസ് എ സ്വിസ് ടൈപ്പ് ലെയ്ത്ത്. ജസ്റ്റ് ഈ ഒരു വർക്കിംഗ് മാത്രം ജസ്റ്റ് കാണിക്കുകയാണേ ഞാൻ. എന്താണ് ആ ഒരു മൂവബിൾ ഹെഡ് സ്റ്റോക്ക് എന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഷോ യു.
ഇത് മൂവ്മെന്റ്സ്, ഓക്കെ, എക്സ് വൈ സെഡ്, ഹൗ ഇറ്റ് മൂവ്സ്. സോ പർട്ടിക്കുലർ മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഫീഡ് ബേസിൽ നിന്ന് ഡ്രിൽ ചെയ്യുന്ന ഒരു പാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദിസ് can see like moving headstock. കാണുന്നില്ലേ മൂവബിൾ ഹെഡ് സ്റ്റോക്ക്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് അല്ലേ, പല സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് നമുക്ക് ദിസ് ഇസ് എ സ്വിച്ച് ടൈപ്പ്, ദിസ് ഇസ് ഹൗ എ സ്വിച്ച് ടൈപ്പ് വർക്ക്സ് അല്ലേ. നമുക്ക് നിങ്ങളുടെ ഇമാജിനേഷനിൽ നിന്നും ഈ വീഡിയോ കാണുന്ന സമയത്ത് യു ക്യാൻ സേ അല്ലേ, ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസ് അല്ലേ. അതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിരിക്കും നമ്മൾ കാണുമ്പോൾ, റൈറ്റ്? സോ ഹൗ ഇറ്റ് വർക്ക്സ് ഇസ് ദിസ്, റൈറ്റ്? എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കണം തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഓക്കെ, ഇതിപ്പം ഇതിൻ്റെ വർക്കിംഗ് ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിക്കേറ്റ് ആക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് യു ഹാവ് ടു നോ ദിസ് മച്ച് ഡെവലപ്ഡ് ഇറ്റ് ഈസ്. ഓക്കെ, ഒരു പാർട്ടൊക്കെ ഇതൊക്കെ ഒരു പാർട്ടൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണെന്നുള്ളത്. ഓക്കെ, റൈറ്റ്? ഇതാണ് നമ്മുടെ സ്വിസ് ടൈപ്പ് ലേത്ത്. ഓക്കെ ഓക്കെ സർ. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ കാര്യം കൂടി സംസാരിക്കുകയാണെങ്കിൽ ഞാനൊരു ഒരു പർട്ടിക്കുലർ ഡിഫറൻസ് കൂടി പറയാം. മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റ്സിന് ദർ ആർ 2 ടൈപ്സ്. ഓക്കെ, 2 ടൈപ്സ്. അതൊരു കുറച്ച് കൂടി ഒന്ന് ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ ഫോർവേഡ് പോകുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യം മാത്രമാണ്. പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിലും ഉണ്ട്, പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിലും ഉണ്ട്. ഓക്കെ, there are 2 types of multi-spindle automats. നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മതി, there will be a parallel action multi-spindle automats and progressive action multi-spindle automats. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ ഡിഫറൻസുകൾ മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഇത് മാത്രം നോക്കിയിട്ട് നമുക്ക് ഈ മോഡ്യൂൾ അവസാനിപ്പിക്കാം. ഓക്കെ, പാരലൽ ആക്ഷൻ മൾട്ടി-സ്പിൻഡിൽ ഓട്ടോമാറ്റ്സിൽ സെയിം ഓപ്പറേഷൻ ഇസ് ഡൺ ഓൺ ഓൾ ജോബ്സ് ഇൻ ഓൾ ദി സ്പിൻഡിൽസ്. കുറേ സ്പിൻഡിൽസ് ഉണ്ട് അല്ലേ, കുറേ സ്പിൻഡിൽസ് ഉണ്ട് ഒരൊറ്റ ജോബിൽ. എല്ലാ ജോബ്സിലും സെയിം ഓപ്പറേഷൻസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ പാരലൽ ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ എന്ന് പറയും. പ്രോഗ്രസീവ് ആക്ഷൻ മൾട്ടി സ്പിൻഡിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, മൾട്ടി സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് spindles will be there in this different operations. Okay, different operations will be done. Okay, പല ജോബ്സിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേഷനിലും ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഞാൻ ഇന്നലെ കാണിച്ചെന്ന പ്രോഗ്രസീവ് ആക്ഷൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ. പല മൾട്ടിപ്പിൾ സ്പിൻഡിൽസിൽ പല സ്പിൻഡിൽസിലും ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് അല്ലേ സംഭവിച്ചുകൊണ്ടിരുന്നത്, റൈറ്റ്? ഓക്കെ, എടാ ഇത് മനസ്സിലാവുന്നില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണിത്, റൈറ്റ്? മൾട്ടി സ്പിൻഡിൽ ഓട്ടോമാറ്റും പ്രോഗ്രസീവ് ആക്ഷനും രണ്ടും, പാരലൽ ആക്ഷനും പ്രോഗ്രസീവ് ആക്ഷനും തമ്മിലുള്ള മെയിൻ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഒരു പാരലൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഓപ്പറേഷനാണ് നടക്കുന്നത് എല്ലാ ജോബിലും. അതായത് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ തന്നെയാണ്, സെയിം ഓപ്പറേഷൻസ് വിൽ ബി ഡൺ. ഓക്കെ, ഇൻ ഡിഫറൻറ്റ് സ്പിൻഡിൽ. പ്രോഗ്രസീവ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻ വിൽ ബി ഡൺ, റൈറ്റ്? സോ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി വെരി ഹൈ ഇൻ പാരലൽ ആക്ച്വലി ദാൻ പ്രോഗ്രസീവ്. ഓക്കെ, വളരെ സ്മോൾ പാർട്സ് അല്ലേ വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ പാരലൽ ആക്ഷൻസ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോഗ്രസീവ് ആക്ഷനിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരൊറ്റൊരു പോയിന്റ് കൂടി മാത്രം പറയാം. ഇൻ വൺ സൈക്കിൾ ദ നമ്പർ ഓഫ് കോമ്പോണൻസ് പ്രൊഡ്യൂസ്ഡ് സൈമിൾട്ടേനിയസ്ലി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്പിൻഡിൽസ്. അത് ലോജിക്കലാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇൻ വൺ സൈക്കിൾ, ഒരൊറ്റ സൈക്കിളാണെങ്കിൽ നമ്പർ ഓഫ് കോമ്പോണൻസ് പ്രൊഡ്യൂസ്ഡ് simultaneously is equal to number of spindles, right? പാരലൽ ആക്ഷനിൽ എല്ലാ സ്പിൻഡിലും എല്ലാ ജോബിലും ഒരൊറ്റ ഓപ്പറേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് സ്പിൻഡിൽസ് എത്രയുണ്ടോ അത്രയും കോമ്പോണൻസ് അല്ലേ ഉണ്ടാക്കുന്നത്, അല്ലേ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ജസ്റ്റ്
ആ ഒരു പോയിന്റ് മനസ്സിലായിരുന്നോ? യെസ് സർ. ഒരൊറ്റ കുറേ സ്പിൻഡിൽസ് ഉണ്ട്, ആ സ്പിൻഡിലൊക്കെ ഒരൊറ്റ ഓപ്പറേഷനാണ് സംഭവിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് കോമ്പണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ എത്ര സ്പിൻഡിൽസിലുണ്ടോ അത്രയും സ്പിൻഡിലുള്ള ഒരൊറ്റ സൈക്കിളിൽ നമുക്ക് ഇത്രയും കോമ്പണൻസ് കിട്ടുന്നില്ലേ? അതുകൊണ്ടാണ് അതിനെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, ഇതോടെ നമ്മൾ ഈ മോഡ്യൂൾ അവസാനിപ്പിച്ചു. ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസിൽ പഠിക്കുന്നത് അത്രയും നല്ലത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ 6th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, അപ്പോൾ കാപ്പി മിസ് ജോയിൻ ചെയ്യും. ഓക്കെ, ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ സാർ.